അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് റോ മെറ്റീരിയൽസ് തുച്ഛമായ വിലയ്ക്ക് ഇവിടുന്ന് എന്ത് ചെയ്തു കളക്ട് ചെയ്ത് തമിഴ്നാട്ടിൽ കൊണ്ടുപോകും. അതിൽ മാക്സിമം പ്രോഫിറ്റ് അവരെന്ത് ചെയ്യണം, നേടുകയാണ്. ഇതാണ് ഇതിന്റെ ഒരു ബേസിക്കലായിട്ടുള്ള ഒരു ബിസിനസ് എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ കൊണ്ടുപോകുന്ന ചക്ക എന്ത് ചെയ്യും, അവര് ഈ തമിഴ്നാട്ടിൽ കൊണ്ടു ചെന്നിട്ട് ഡൊമസ്റ്റിക്കലി അവര്, അതായത് ഈ അവിടുത്തെ നാട്ടുപ്രദേശങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇവരിലേക്ക് ഒന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇവര് ഈ ചക്ക വെട്ടി ചുളയെടുത്ത് അരിഞ്ഞിതെന്ത് ചെയ്യുക, ഈ ചക്ക വെറ്റലാക്കും. അതൊക്കെ പ്രാദേശികമായിട്ട് അവർ ചെയ്യുന്നതാണ്, വലിയ ചിലവൊന്നുമില്ലല്ലോ. ചക്ക വെറ്റലങ്ങ് ഉണ്ടാക്കും. ചക്ക വെറ്റലുണ്ടാക്കിയതിന് ശേഷം ഓരോ കവർ പീസാക്കി ഓരോ കവറിനകത്ത് ഇതാക്കിയിട്ട് ഇത് നേരെ തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് കേരളത്തിൽ കൊണ്ടുവന്ന് നമ്മളെ കൊണ്ട് തന്നെ വാങ്ങിപ്പിക്കും. ഒരു ചക്കയ്ക്ക് 10 രൂപ വെച്ചോ 15 രൂപ വെച്ചോ 20 രൂപ വെച്ചോ കളക്ട് ചെയ്തുകൊണ്ട് പോയതിന് ശേഷം അവിടെ കൊണ്ട് ചെന്ന് ഒരു ചക്കയിൽ നിന്ന് ഒരു 10 അല്ലെങ്കിൽ 15 20 കവർ ചക്കവറ്റലാക്കി ആ ഒരു കവർ ചക്കവറ്റലിന് 10-15 രൂപയ്ക്ക് കൊണ്ട് നമ്മളെ കൊണ്ട് തന്നെ വാങ്ങിപ്പിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കെ, ആ ഒരു ബിസിനസ് ഒന്ന് ആലോചിച്ച് നോക്കെ. അപ്പൊ എന്താണ്, ഒരു ചക്ക വീട്ടിൽ നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അത് വെട്ടി ചക്കവറ്റലാക്കാൻ നമുക്ക് വയ്യ. ഒരു ചക്കയ്ക്ക് 10 രൂപ വെച്ച് നമ്മൾ കൊടുത്തിട്ട് ഒരു കവർ ചക്കവറ്റല് 10-20 രൂപയ്ക്ക് നമ്മൾ വാങ്ങിക്കും. ഇവിടെയാണ് കറക്റ്റ് ലാഭം ആര് നേടുന്നത്, ഈ തമിഴ്നാട്ടിൽ നിന്ന് വന്ന് ഈ ചെയ്യുന്ന ആൾക്കാർ നേടുന്നത്. ഇതേ പോളിസി തന്നെയാണ് ആ ടൈമിൽ ബ്രിട്ടീഷുകാർ ചെയ്തത്. ഇവിടെ ഇൻഡസ്ട്രീസ് ഉണ്ടായിരുന്നു ആ സമയത്ത്, അതെല്ലാം ക്ലോസ് ചെയ്തു, അതെല്ലാം ഇല്ലാതാക്കി. എന്നിട്ട് പകരം എന്ത് ചെയ്തു, ഇവിടെ നിന്ന് ആ റിസോഴ്സസ് കളക്ട് ചെയ്ത് അവര് ബ്രിട്ടനിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് പ്രൊഡക്ഷൻ നടക്കുന്നതെല്ലാം എവിടെയാണ്, ബ്രിട്ടൻ അല്ലെങ്കിൽ ഇംഗ്ലണ്ട്, ആ കൺട്രീസിലാണ്. അപ്പൊ ഇത്തരം അവിടെ കൊണ്ടുചെന്ന് അവിടെ പ്രൊഡക്ഷൻ നടത്തി അവിടെ നിന്ന് ആ ഫൈനൽ പ്രോഡക്റ്റ് തിരിച്ച് ഇന്ത്യയിൽ കൊണ്ടുവന്ന് നമ്മളെ കൊണ്ട് തന്നെ വാങ്ങിപ്പിച്ചു. അപ്പോൾ എക്സ്പോർട്ടർ ആയിരുന്ന, കയറ്റുമതി ചെയ്യുന്ന രാജ്യം എന്ന് പറയുന്ന പൊസിഷനിൽ നിന്ന് ഇന്ത്യ എങ്ങനെ മാറി, റോ മെറ്റീരിയൽസ് കൊടുക്കുന്ന സപ്ലൈ ചെയ്യുന്ന ഒരു രാജ്യമായും തിരിച്ച് ബ്രിട്ടനിൽ നിന്ന് വരുന്ന പ്രോഡക്റ്റിന്റെ കൺസ്യൂമറായും ഉപഭോക്തൃ രാജ്യമായിട്ടും നമ്മുടെ രാജ്യത്തെ മാറ്റി. ഇതാണ് ബ്രിട്ടീഷുകാർ വന്നതിനുണ്ടായ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. As a result, India didn't achieve any economic growth and economic development during that period. അതിന്റെ ഫലമായിട്ട് എന്താ സംഭവിച്ചത്, ഇന്ത്യയുടെ സാമ്പത്തിക വികസനവും സാമ്പത്തിക വളർച്ചയൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഡിക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങി. നമുക്കറിയാലോ, എപ്പോഴായാലും നമ്മുടെ ഇവിടെ ഉൽപാദനം നടക്കണം, നമ്മുടെ രാജ്യത്ത് പ്രൊഡക്ഷൻ നടക്കണം, നമ്മുടെ രാജ്യത്ത് മാക്സിമം ഇൻഡസ്ട്രീസ് വർക്ക് ചെയ്യണം, മാക്സിമം കമ്മോഡിറ്റീസ് നമ്മുടെ കൺട്രിയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടണം. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താണ് നേട്ടം, ഈ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് അറിഞ്ഞിരിക്കണം ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ഈ 4 ഫാക്ടേഴ്സും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഉൽപാദനം അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. അപ്പോ ആ ഒരു സമയത്ത് എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു കമ്മോഡിറ്റി നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ ലാൻഡിന് റെന്റ് കിട്ടുന്നു, ലേബറിന് വേജ് കിട്ടുന്നു, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കിട്ടുന്നു, ദെൻ ലാസ്റ്റ് ഓർഗനൈസറിന് പ്രോഫിറ്റ് കിട്ടുന്നു. അത്രത്തോളം ഇൻകം ആൾക്കാരുടെ കൈകളിലേക്ക് ചെല്ലും. ആ ആൾക്കാരുടെ പർച്ചേസിങ് പവർ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഇതൊക്കെയാണ് ഇതിന്റെ ഒരു മേജർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അത്രത്തോളം ആൾക്കാരിലേക്ക് ഇൻകം വരും, അവരുടെ കൺസംഷൻ കൂടും, അവരുടെ പർച്ചേസിങ് പവർ കൂടും, അവരുടെ ജീവിത നിലവാരം, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇൻക്രീസ് ചെയ്യും. ആ രീതിയിലാണ് ഒരു രാജ്യത്തെ എന്ത് ചെയ്യുന്നത്, ഇക്കണോമിക് ഡെവലപ്മെന്റും ഇക്കണോമിക് ഗ്രോത്തും ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നത്. ഇവിടെ എന്താ സംഭവിച്ചത്, നമ്മളെ രാജ്യത്തെ ഉൽപാദനം പൂർണ്ണമായും നിന്നു, പകരം കുറച്ച് റോ മെറ്റീരിയൽസ് മാത്രം കളക്ട് ചെയ്യുന്ന രാജ്യമായിട്ട് ഇന്ത്യ എന്ത് ചെയ്തു, മാറി. ഇതാണ് ആ ബ്രിട്ടീഷുകാർ വന്ന് ഇവിടെ കൊളോണിയൽ പീരീഡ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇന്ത്യൻ ഇക്കോണമിക്ക് ഉണ്ടായ മേജർ ചേഞ്ച് എന്ന് പറയുന്നത്. ആൻഡ് the colonial government didn't take any steps to estimate India's national income and per capita income. അപ്പൊ നമുക്കറിയാലോ, നാഷണൽ ഇൻകം ഉണ്ട്, പെർ ക്യാപിറ്റ ഇൻകം ഉണ്ട്.
എന്താണ് ഈ നാഷണൽ ഇൻകം എന്ന് പറയുന്നത്? ദേശീയ വരുമാനം അല്ലെ? നമ്മുടെ രാജ്യത്തെ മൊത്തം വരുമാനം, ഒരു വർഷം നമ്മുടെ രാജ്യം നേടുന്ന മൊത്തം വരുമാനത്തെയാണ് നമ്മൾ ദേശീയ വരുമാനം അല്ലെങ്കിൽ നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ടോട്ടൽ ഇൻകം ഓഫ് എ കൺട്രി. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നാഷണൽ ഇൻകത്തെ എങ്ങനെ പറയാം? ടോട്ടൽ ഇൻകം ഓഫ് എ കൺട്രി എന്ന് പറയാം. പക്ഷെ എക്കണോമിക്സിൽ അങ്ങനെ മാത്രം പറഞ്ഞാൽ പോരാ. നാഷണൽ ഇൻകത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഉണ്ട് നമ്മുടെ എക്കണോമിക്സിൽ. നാഷണൽ ഇൻകം മീൻസ് ഇറ്റ് ഇസ് എ സം ടോട്ടൽ ഓഫ് മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ കൺട്രി ഇൻ എ ഇയർ. ഒരു വർഷം ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ സാധന സേവനങ്ങളുടെയും മൊത്തം മണി വാല്യൂ, ആകെ പണമൂല്യത്തെയാണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത വർഷം പഠിക്കാം. ഇപ്പൊ നിങ്ങൾ ഇത്ര അറിഞ്ഞിരിക്കണം, ഒരു രാജ്യത്തിന്റെ മൊത്തം വരുമാനത്തെയാണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ഇനി പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻകം പെർ ഹെഡ് ഓഫ് ദ പോപ്പുലേഷൻ. ആളോഹരി വരുമാനം എന്ന് പറയും നമ്മൾ. അതിനാണ് ഈ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. വ്യക്തിഗത വരുമാനം എന്ന് പറയും. അതായത് ടോട്ടൽ നാഷണൽ ഇൻകത്തെ നമ്മുടെ രാജ്യത്തെ മൊത്തം പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം എത്രയാണെന്ന് കിട്ടും. അപ്പൊ ഒന്ന് അറിഞ്ഞിരിക്കണം, നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം കൂടുന്നു, നാഷണൽ ഇൻകം കൂടുന്നു എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് എന്താണ്? നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച കൂടുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകവും നമ്മുടെ നാഷണൽ ഇൻകം ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നു എന്ന് വെച്ചാൽ അതിന് അർത്ഥം എന്താണ്? നമ്മുടെ സാമ്പത്തിക വികസനം, നമ്മുടെ സാമ്പത്തിക വളർച്ച കൂടുന്നു എന്നുള്ളതാണ്. എന്താ ഇവിടെ പ്രശ്നം? The colonial government, that is the British government, did not take any steps to estimate India's national income and per capita income. But the Indian leaders like Dadabhai Naoroji, William Digby, Finlay Shiras, VKRV Rao, and R.C. Desai were estimated India's national income during that period. In their report, the yearly growth rate of India's national income was below 2%. And the yearly growth rate of per capita income was below 0.5%. എന്താ സംഭവിച്ചത്? ആ ടൈമിൽ ബ്രിട്ടീഷുകാര് ഇന്ത്യയുടെ നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകം എസ്റ്റിമേറ്റ് ചെയ്യാനോ ഒന്നും ശ്രമിച്ചിരുന്നില്ല. കാര്യം എന്താണ്? ആ ടൈമിൽ അവർ ഇന്ത്യയുടെ നാഷണൽ ഇൻകോ അല്ലെങ്കിൽ ഇന്ത്യയുടെ പെർ ക്യാപിറ്റ ഇൻകോ എന്തെങ്കിലും എസ്റ്റിമേറ്റ് ചെയ്യുകയാണെങ്കിൽ മനസ്സിലാവും ഇന്ത്യയുടെ ഗ്രോത്തും ഡെവലപ്മെന്റും ഒരുപാട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആരുടെ ഫലമായിട്ടാണ്? ഇത്തരം കൊളോണിയൽ ഗവൺമെന്റിന്റെ അവരുടെ പോളിസീസിന്റെ ഫലമായിട്ട് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയും ഇന്ത്യയുടെ സാമ്പത്തിക വികസനവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ള സത്യം ഇന്ത്യയിലെ ഓരോ ജനതയും മനസ്സിലാക്കുമെന്നുള്ള ഒരു ഫിയർ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തിട്ടില്ല, ആ ടൈമിൽ ഒന്നും തന്നെ ഇന്ത്യയുടെ നാഷണൽ ഇൻകം എത്രയാണ്, ഇന്ത്യയുടെ പെർ ക്യാപിറ്റ ഇൻകം എത്രയാണ് എന്ന് എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നമ്മുടെ ഇന്ത്യൻ ലീഡേഴ്സ് ആരൊക്കെയാണ്? ദാദാഭായി നവറോജി, വില്യം ഡിഗ്ബി, ഫിൻലേ ഷിറാസ്, VKRV റാവു, R.C. ദേശായി, ഇവരൊക്കെ തന്നെ എന്ത് ചെയ്തു? ആ സമയത്ത് ഇന്ത്യയുടെ നാഷണൽ ഇൻകം എത്രയാണെന്ന് എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ നാഷണൽ ഇൻകം പെർ ക്യാപിറ്റ ഇൻകത്തെ കുറിച്ച് ആ സമയത്ത് ഇവർ പഠിച്ചിട്ടുണ്ട്. അവർ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി അല്ല കണ്ടക്ട് ചെയ്തത് എങ്കിൽ കൂടി ആ രാജ്യത്തെ നാഷണൽ നമ്മുടെ ആ ടൈമിൽ നമ്മുടെ ഇന്ത്യയുടെ നാഷണൽ ഇൻകവും പെർ ക്യാപിറ്റ ഇൻകവും എത്രയാണ് എന്നതിനെ കുറിച്ച് ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ട്. എന്തായിരുന്നു അവരുടെ റിപ്പോർട്ട് എന്നറിയോ? In their report, the yearly growth rate of India's national income was below 2%. ആ സമയത്ത് നാഷണൽ ഇൻകത്തിന്റെ ഒരു വളർച്ച എന്ന് പറയുന്നത് 2% താഴെയായിരുന്നു ഇന്ത്യയുടെ നാഷണൽ ഇൻകത്തിന്റെ വളർച്ച. ഇന്ത്യയുടെ പെർ ക്യാപിറ്റ ഇൻകത്തിന്റെ വളർച്ച എടുക്കുകയാണെങ്കിൽ ഏകദേശം 0.5% ബിലോ ആയിരുന്നു. അതായത് അത്രത്തോളം ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിലേക്ക് ഇന്ത്യൻ ഇക്കോണമി പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ബ്രിട്ടീഷുകാരുടെ ഇത്തരം പോളിസീസിന്റെ ഫലമായിട്ട് ഇന്ത്യയുടെ നാഷണൽ ഇൻകവും ഇന്ത്യയുടെ പെർ ക്യാപിറ്റ ഇൻകവും എന്ത് ചെയ്യുന്നു? വളരെ ഏറെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്ന് നമ്മുടെ നാഷണൽ ലീഡേഴ്സിനെല്ലാം തന്നെ ക്ലിയർ ആയി തുടങ്ങി.
അപ്പം ഈ ഒരു സ്റ്റഡിയുടെ ബേസിസിലാണ് നമ്മുടെ ദാദാഭായ് നവറോജി ഏത് തിയറി കൊണ്ടുവരുന്നത്? ഡ്രെയിൻ തിയറി എന്ന് പറയും, ചോർച്ചാ സിദ്ധാന്തം. നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. അപ്പം 1905 എടുക്കുമ്പോൾ 1905ലാണ് പവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ബുക്ക് നമ്മുടെ ദാദാഭായ് നവറോജി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ ബുക്കിലൂടെയാണ് ഏത് തിയറി കൊണ്ടുവരുന്നത്? ഡ്രെയിൻ തിയറി, ചോർച്ച സിദ്ധാന്തം എന്ന് പറയും. അതായത് ആ തിയറിയിൽ എന്താ പറയുന്നത്? ഇന്ത്യയുടെ ഇക്കണോമിക് ഗ്രോത്ത്, ഇക്കണോമിക് ഡെവലപ്മെന്റ് എല്ലാം എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇന്ത്യയുടെ വെൽത്ത് മുഴുവനായും ആര് ചോർത്തിക്കൊണ്ടുപോകുന്നു? ബ്രിട്ടീഷുകാര് ചോർത്തിക്കൊണ്ടുപോകുന്നു എന്നുള്ള ഒരു തിയറി ഇന്ത്യൻ ജനങ്ങളിലേക്ക് എത്തിച്ചത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നാഷണൽ ഇൻകവും പെർ ക്യാപിറ്റ ഇൻകവും എസ്റ്റിമേറ്റ് ചെയ്യുകയും അതിൻ്റെ ആ ഒരു റിസൾട്ടിന്റെ ബേസിസിലാണ് ദാദാഭായ് നവറോജി എന്ത് ചെയ്തത്? ഇങ്ങനെ ഒരു ഡ്രെയിൻ തിയറി കൊണ്ടുവരുന്നത്. ക്ലിയർ ആയോ? ഇനി നമ്മൾ പോകുന്നത് ഇന്ത്യയുടെ അഗ്രികൾച്ചർ സെക്ടർ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇതുവരെ നമ്മൾ ആദ്യം എന്താ പറഞ്ഞത്? ബ്രിട്ടീഷുകാർ വരുന്നതിന് മുന്നേ ഉള്ള ഇന്ത്യൻ ഇക്കോണമി എങ്ങനെയായിരുന്നു നമ്മൾ പറഞ്ഞു. അതിനുശേഷം ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം ഇന്ത്യൻ ഇക്കോണമിക്ക് ഉണ്ടായ മാറ്റം എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ആ ബ്രിട്ടീഷുകാരുടെ ടൈം പീരീഡ് തന്നെയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ബ്രിട്ടീഷുകാരുടെ ആ ഒരു ടൈം പീരീഡ്, കൊളോണിയൽ പീരീഡില് നമ്മുടെ അഗ്രികൾച്ചർ സെക്ടർ എങ്ങനെയായിരുന്നു നോക്കുക, നമ്മുടെ കാർഷിക മേഖല എങ്ങനെയായിരുന്നു നോക്കാം. ബേസിക്കലി ഇന്ത്യൻ ഇക്കോണമി ഈസ് ആൻ അഗ്രേറിയൻ ഇക്കോണമി. നമ്മുടെ ഇന്ത്യൻ ഇക്കോണമി എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു? അഗ്രേറിയൻ ഇക്കോണമി ആയിരുന്നു അല്ലേ? ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, ബ്രിട്ടീഷുകാർ വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇന്ത്യൻ ഇക്കോണമി ഫോക്കസ് ചെയ്തിരുന്നത് ഏത് സെക്ടറിനെയാണ്? അഗ്രികൾച്ചർ സെക്ടറിനെ ആയിരുന്നു. അപ്പം ബേസിക്കലി നമ്മുടെ ഇന്ത്യൻ ഇക്കോണമി എന്ന് പറയുന്നത് ഒരു അഗ്രേറിയൻ ഇക്കോണമി ആയിരുന്നു. കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഇക്കോണമി ആയിരുന്നു ഇന്ത്യൻ ഇക്കോണമി. ഡ്യൂറിങ് കൊളോണിയൽ പീരീഡ് 85% of Indian population were lived in villages and 75% were directly or indirectly depend on agriculture for living. In that period, 59% of the national income was derived from the agriculture sector. Even though agricultural productivity became very low because various systems of land settlements, lack of technology, lack of fertilizers and gainful seeds, lack of irrigation facilities, commercialization of agriculture. അതായത് ബേസിക്കലി നമ്മുടെ ഇന്ത്യൻ ഇക്കോണമി എന്ന് പറയുന്നത് അഗ്രേറിയൻ ഇക്കോണമി ആയിരുന്നു, അറിയാലോ. കൊളോണിയൽ പീരീഡില്, അതായത് ബ്രിട്ടീഷുകാർ വന്ന ആ ഒരു കൊളോണിയൽ പീരീഡ് എടുക്കുമ്പോഴത്തേക്ക് ഏകദേശം 85% ഇന്ത്യയുടെ ടോട്ടൽ പോപ്പുലേഷന്റെ 85% ആൾക്കാർ താമസിക്കുന്നത് ഗ്രാമങ്ങളിലായിരുന്നു. 85% ടോട്ടൽ പോപ്പുലേഷന്റെ 85% വില്ലേജുകളിലാണ് താമസിച്ചിരുന്നത്. അതിൽ തന്നെ 75% ആൾക്കാർ നേരിട്ടോ അല്ലാതെയോ ജീവിക്കാനായിട്ട് അവർ ആശ്രയിച്ചിരുന്നത് കാർഷിക മേഖലയായിരുന്നു. പറഞ്ഞു മനസ്സിലായോ? ഇന്ത്യയുടെ ടോട്ടൽ പോപ്പുലേഷന്റെ ഏകദേശം 85% ആൾക്കാരും വില്ലേജുകളിലാണ് താമസിച്ചിരുന്നത്. അതിൽ 75% ആൾക്കാർ നേരിട്ടോ അല്ലാതെയോ ഡിപ്പെൻഡ് ചെയ്തിരുന്നത് ഏതിനെയാണ്? കാർഷിക മേഖലയായിരുന്നു. അപ്പൊ ആ ഒരു ടൈമില് ഏകദേശം 59% നാഷണൽ ഇൻകം, അതായത് ടോട്ടൽ ദേശീയ വരുമാനത്തിന്റെ 59% ലഭിച്ചിരുന്നത് കാർഷിക മേഖലയിലാണ്. ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം, നമ്മളുടെ നാഷണൽ ഇൻകം, ദേശീയ വരുമാനം പറഞ്ഞില്ലേ, ഈ ദേശീയ വരുമാനം എന്ന് പറയുന്നത് ഏതൊക്കെ സെക്ടറിൽ നിന്ന് വരുന്നതാണ്? നമ്മുടെ കാർഷിക മേഖല, വ്യാവസായിക മേഖല, സേവന മേഖല. ഈ 3 മേഖലകളുടെയും കൂടെ കോൺട്രിബ്യൂഷനാണ് നമ്മുടെ നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ഇതില് ഈ നാഷണൽ ഇൻകത്തില് 3 സെക്ടറിന്റെയും കൂടെ കോൺട്രിബ്യൂഷൻ നോക്കുമ്പം 59%, ദേശീയ വരുമാനത്തിന്റെ 59%,
കാർഷിക മേഖലയിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നതാണ്. എന്താ കാര്യം? നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കാർഷിക മേഖലയാണ്, അതുകൊണ്ട് തന്നെയാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈവൻ ദോ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി ബിക്കേം വെരി ലോ, നമ്മുടെ കാർഷിക മേഖല, നമ്മുടെ ആ സമയത്ത് ഇന്ത്യയുടെ കാർഷിക മേഖല എടുക്കുമ്പോൾ പ്രൊഡക്ടിവിറ്റി, അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് വളരെയേറെ കുറവായിരുന്നു. അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്, അത് നമുക്ക് പറയാം. അപ്പൊ കാർഷിക മേഖലയുടെ ഉൽപാദനക്ഷമത അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി വളരെ കുറവായിരുന്നിട്ട് കൂടി 59%, നമ്മുടെ നാഷണൽ ഇൻകത്തിന്റെ 59% നൽകിക്കൊണ്ടിരുന്നത് നമ്മുടെ കാർഷിക മേഖലയായിരുന്നു. അപ്പൊ ആ സമയത്ത് ഇന്ത്യയുടെ അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി വളരെ കുറവായിരുന്നു. എന്താ റീസൺ? അതിന് കുറെ കാരണങ്ങളുണ്ട്. ഇന്ത്യയുടെ അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി കുറവായിരിക്കാൻ ഒരുപാട് റീസൺസ് ഉണ്ട്. ഇത് എക്സാമിന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. ബ്രിട്ടീഷുകാരുടെ ആ ഒരു ടൈം പീരീഡിൽ ഇന്ത്യയുടെ അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി കമ്പാരിറ്റീവ്ലി ലോ ആയിരുന്നു. എന്താണ് അതിന്റെ റീസൺസ് എന്നുള്ളത്? ഒന്ന്, വേരിയസ് സിസ്റ്റംസ് ഓഫ് ലാൻഡ് സെറ്റിൽമെന്റ്സ്. ഒരുപാട് ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റംസ് ആ സമയത്ത് ബ്രിട്ടീഷുകാർ നടപ്പാക്കി ഇന്ത്യയിൽ. ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, സെമീന്ദാരി, റൈറ്റ് വാരി, മഹൽവാരി സിസ്റ്റംസ്. അപ്പൊ ആ ടൈമിൽ ബ്രിട്ടീഷുകാർ സെമീന്ദാരി സിസ്റ്റം, റൈറ്റ് വാരി സിസ്റ്റം, മഹൽവാരി സിസ്റ്റംസ് ഒക്കെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത്തരം ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റംസ് എല്ലാം തന്നെ നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, ലാക്ക് ഓഫ് ടെക്നോളജി. ആ സമയത്ത് ഇന്ത്യയുടെ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വളരെ ബാക്ക് ആയിരുന്നു ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്. Then lack of fertilizers and gainful seeds. Lack of fertilizers and gainful seeds. ബെറ്റർ ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ഇല്ല. നമുക്കിപ്പോൾ കാർഷിക മേഖലയ്ക്ക് മാക്സിമം ഉൽപാദനക്ഷമതയൊക്കെ കൂട്ടുന്ന എങ്ങനെ? നല്ല വളം യൂസ് ചെയ്യണം അല്ലേ? നല്ല ഗെയിൻഫുൾ ആയിട്ടുള്ള സീഡ്സ്, വിത്തനങ്ങൾ വേണം. പക്ഷെ ആ സമയത്ത് എന്തില്ല? നല്ല ഫെർട്ടിലൈസേഴ്സ് ഇല്ല, ഗെയിൻഫുൾ സീഡ്സ് ഉണ്ടായിരുന്നില്ല, ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നില്ല. ലാക്ക് ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്. ദെൻ കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്ന് വെച്ചാൽ എന്താണ്? കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്ന് പറയും. കൃഷിയുടെ വാണിജ്യവൽക്കരണം. എന്താണ് ഈ കൃഷിയുടെ വാണിജ്യം? അതിനെയാണ് നമ്മൾ ഈ കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. എന്താണ് ഈ കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്ന് വെച്ചാൽ, നമ്മൾ ഈ ബ്രിട്ടീഷുകാർ വരുന്നത് വരെ ഉള്ള സമയത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത് ഫുഡ് ക്രോപ്സിനായിരുന്നു. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനകത്ത് ഫുഡ് ക്രോപ്സും ഉണ്ട്, ക്യാഷ് ക്രോപ്സും ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ഫുഡ് ക്രോപ്സ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് ആവശ്യമായിട്ടുള്ള കഴിക്കാനായിട്ടുള്ള, ഇപ്പൊ റൈസ്, വീറ്റ്, അങ്ങനെ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ കഴിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ക്രോപ്സ് ആണ് ഫുഡ് ക്രോപ്സ്. ഈ ഫുഡ് ക്രോപ്സ് ആണ് ഏറ്റവും, അതായത് ഒരു മനുഷ്യന് നിലനിൽക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത് ഫുഡ് ക്രോപ്സ് ആണ്. ഈ ഫുഡ് ക്രോപ്സിലാണ് ഏറ്റവും കൂടുതൽ ആ സമയത്ത് ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്ത്, അല്ലെങ്കിൽ കാർഷിക മേഖല ഫോക്കസ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യത്ത് ആ സമയത്ത് ദാരിദ്ര്യം എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. കാര്യം ഫുഡ് ക്രോപ്സ് ആണ് ഏറ്റവും കൂടുതൽ എല്ലാ നാട്ടുരാജ്യങ്ങളും ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ബ്രിട്ടീഷുകാർ വന്നിട്ട് എന്താ ചെയ്തെന്നറിയോ? ഇവിടുത്തെ ഫുഡ് ക്രോപ്സിന്റെ ഉൽപാദനം മാക്സിമം നിർത്തിയിട്ട് ക്യാഷ് ക്രോപ്സിലേക്ക് മാറ്റി. ക്യാഷ് ക്രോപ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഈ പെപ്പർ, കാഷ്നട്ട് അല്ലേ? നമ്മുടെ ഈ കശുവണ്ടിയൊക്കെ ഉണ്ടല്ലോ, കശുവണ്ടി, കുരുമുളക്, അതിനൊക്കെ തന്നെ ഏലം, അങ്ങനെയുള്ള അതൊക്കെയാണ് റബ്ബർ, ഇതൊക്കെയാണ് ക്യാഷ് ക്രോപ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാലോ, ഏറ്റവും കൂടുതൽ ആ സമയത്ത് ഈ ബ്രിട്ടീഷുകാരൊക്കെ വന്നതിന്, ഇത്ര യൂറോപ്യൻ കൺട്രീസ് വന്നതിന് ശേഷമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഈ കശുവണ്ടി മരങ്ങളുണ്ടല്ലോ, ഇതെല്ലാം തന്നെ ഇവിടെ വെച്ച് പിടിപ്പിച്ചു. അന്ന് അവർ പറഞ്ഞത്, ഇന്ത്യയുടെ ഒരു ജിയോഗ്രഫിക്കൽ കണ്ടീഷൻ അനുസരിച്ച് ഇന്ത്യക്ക് മണ്ണൊലിപ്പ് ഉണ്ടാകാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. അത് തടയാനായിട്ടാണെന്നുള്ള വ്യാജേനയാണ് ഇവിടെ കശുവണ്ടി മരങ്ങൾ കൂടുതൽ വെച്ച് പിടിപ്പിച്ചത് ഇത്തരം യൂറോപ്യൻ കൺട്രീസ്. പക്ഷേ എന്തിനായിരുന്നു യഥാർത്ഥത്തിൽ അവർ ഇത്തരം കശുവണ്ടി മരങ്ങൾ ഇവിടെ വെച്ച് പിടിപ്പിച്ചെന്ന് പറഞ്ഞാല്, മാക്സിമം ക്യാഷ്നട്ട് ഇവിടുന്ന് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മാക്സിമം ക്യാഷ്നട്ട് ഇവിടുന്ന് ഉൽപ്പാദിപ്പിച്ച് ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്ത് മാക്സിമം നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ക്യാഷ് ക്രോപ്സിലേക്ക് നമ്മളുടെ പ്രൊഡക്ഷൻ ഷിഫ്റ്റ് ചെയ്തത്. മനസ്സിലായോ? അപ്പൊ അതുവരെ ഫുഡ് ക്രോപ്സ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഇക്കോണമിയെ ഫുഡ് ക്രോപ്സിൽ നിന്ന്
ഏതിലേക്ക് ഷിഫ്റ്റ് ചെയ്യിച്ചു? ക്യാഷ് ക്രോപ്സ് ഉൽപ്പാദിപ്പിക്കുന്നതിലേക്ക് ഷിഫ്റ്റ് ചെയ്യിച്ചു. ഇതിന്റെ പ്രോബ്ലം എന്താണെന്നറിയോ? ഫുഡ് ക്രോപ്സ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുമ്പോൾ മാക്സിമം ഇവിടെ ഉള്ള ആൾക്കാർക്ക് തന്നെ അത് എന്ത് ചെയ്യാൻ പറ്റും? യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം പരമാവധി ദാരിദ്ര്യം കുറയ്ക്കാനായിട്ട് കഴിയും. പക്ഷേ ഇവിടെയുള്ള ആൾക്കാരെ കൊണ്ട് എന്ത് ചെയ്തു? ഫുഡ് ക്രോപ്സ് ഉൽപ്പാദിപ്പിക്കുന്നതിൽ നിന്ന് അവരെ ഡിസ്കറേജ് ചെയ്യുകയും മാക്സിമം ക്യാഷ് ക്രോപ്സ് ഉൽപ്പാദിപ്പിക്കാൻ ഇവരെ കൂടുതൽ പുഷ് ചെയ്യുകയും ചെയ്തു. എന്താ സംഭവിച്ചത്? ഫുഡ് ക്രോപ്സിന്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു, ക്യാഷ് ക്രോപ്സിന്റെ പ്രൊഡക്ഷൻ കൂടി. ഈ ക്യാഷ് ക്രോപ്സ് എന്താ ചെയ്യുന്നത്? ക്യാഷ് ക്രോപ്സ് മാക്സിമം പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇത് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യും? വളരെ തുച്ഛമായ വിലയ്ക്ക് ഇവിടുത്തെ ജനങ്ങളിൽ നിന്ന് ഇത് കളക്ട് ചെയ്തിട്ട് ഹ്യൂജ് എമൗണ്ടിൽ മറ്റുള്ള കൺട്രീസിലേക്ക് എക്സ്പോർട്ട് ചെയ്ത് ആ ഒരു ലാഭം കൂടി ബ്രിട്ടീഷുകാർ നേടും. ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു ബേസിക്കലി അറ്റാക്ക്. അപ്പം ഈ കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്ന് വെച്ചാൽ എന്താണ്? ഫുഡ് ക്രോപ്സിൽ നിന്ന് ക്യാഷ് ക്രോപ്സിലേക്കുള്ള ആ പ്രൊഡക്ഷന്റെ ഷിഫ്റ്റിനെയാണ്, മാറ്റത്തെയാണ് കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. നമുക്കറിയാലോ, ഫുഡ് ക്രോപ്സ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? മാർക്കറ്റിനെ എയിം ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്നതല്ല. അത് ഏറ്റവും കൂടുതൽ നമ്മുടെ ഇവിടുത്തെ ഇന്ത്യക്കാർക്ക് തന്നെ യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ഫുഡ് ക്രോപ്സ് ഉൽപ്പാദിപ്പിക്കുന്നത്. പക്ഷെ ഫുഡ് ക്രോപ്സ് ഉൽപ്പാദിപ്പിക്കുന്ന പാടങ്ങളെല്ലാം തന്നെ ഇല്ലാതാക്കി അവിടെ എല്ലാം എന്ത് ചെയ്യാൻ തുടങ്ങി? ഇത്തരം ക്യാഷ് ക്രോപ്സ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. ഒരു കാര്യമുണ്ട്, അന്ന് ബ്രിട്ടീഷുകാർ ഇത്തരം ക്യാഷ് ക്രോപ്സ് ഇവിടെ കൂടുതൽ ഫോക്കസ് ചെയ്തതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇന്ന് ഇത്തരം പെപ്പറിലും കാഷ്നട്ടിലും ഏലവും തേയിലയൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്? ഇന്ന് നമുക്ക് അതിൽ നിന്ന് കൂടുതൽ ഇൻകം നേടാനായിട്ട് കഴിയുന്നത്. അന്ന് ബ്രിട്ടീഷുകാർ ആ സമയത്ത് അവരുടെ നേട്ടത്തിനാണ് പല കാര്യങ്ങളും ചെയ്തതെങ്കിൽ കൂടി ഇന്ന് നമ്മുടെ ഇന്ത്യ ഏറ്റവും കൂടുതൽ ഇത്തരം കാര്യങ്ങൾ പെർഫോം ചെയ്യുന്നതും ആ ഒരു റീസൺ കൊണ്ടാണ്. ഇവിടെ റെയിൽവേ കൊണ്ടുവന്നു. ആദ്യമായിട്ട് ഇവിടെ റെയിൽവേ കൊണ്ടുവരുന്നത് ബ്രിട്ടീഷുകാരാണ്. അപ്പൊ എന്തിനാണ് അവർ ബ്രിട്ടീഷുകാർ അന്ന് ഇവിടെ റെയിൽവേ കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യക്കാർക്ക് ഫ്യൂച്ചറിൽ ഇവിടെ റെയിൽവേ വരട്ടെ എന്നുള്ളത് വെച്ചിട്ടല്ല ഇവിടെ റെയിൽവേ കൊണ്ടുവന്നത്. ബേസിക്കലി ഇവിടെയുള്ള റോ മെറ്റീരിയൽസ് എല്ലാം കളക്ട് ചെയ്തുകൊണ്ട് അവരുടെ രാജ്യത്തേക്ക് കൊണ്ടുപോകണം. അതേപോലെ അവിടെ പ്രൊഡക്ഷൻ നടത്തി ആ ഫൈനൽ പ്രോഡക്റ്റ് തിരിച്ചെന്ത് ചെയ്യണം? ഇന്ത്യയിലേക്ക് കൊണ്ടുവരണം. ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്, അവരുടെ ഒരു ട്രാൻസ്പോർട്ടേഷൻ കൂടുതൽ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് അവർ എന്ത് ചെയ്തത്? റെയിൽവേ ഒക്കെ സ്ഥാപിച്ചത്. അങ്ങനെ ഒരുപാട് പ്രോജക്റ്റുകൾ ഇന്ത്യയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതെല്ലാം ആ സമയത്ത് അവർക്ക് മാക്സിമം പ്രോഫിറ്റ് നേടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കായിരുന്നു. എങ്കിൽ കൂടി അത് ഇന്ന് നമുക്ക് കൂടുതൽ എന്ത് ചെയ്യുന്നു? യൂസ്ഫുൾ ആവുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, ഇന്ത്യയുടെ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി കുറവായിരുന്നെങ്കിൽ കൂടി ഏകദേശം നാഷണൽ ഇൻകത്തിന്റെ 59% നമുക്ക് കിട്ടിയിരുന്നത് എവിടെ നിന്നാണ്? അഗ്രികൾച്ചർ സെക്ടറിൽ നിന്നാണ്. അപ്പൊ ഇന്ത്യയുടെ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി കുറയാനുണ്ടായിരുന്ന റീസൺസ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? വേരിയസ് സിസ്റ്റംസ് ഓഫ് ലാൻഡ് സെറ്റിൽമെന്റ്സ്, ലാക്ക് ഓഫ് ടെക്നോളജി, ലാക്ക് ഓഫ് ഫെർട്ടിലൈസേഴ്സ് and gainful seeds, lack of irrigation facilities, and commercialization of agriculture. Among these factors, various systems of land settlements were a major reason for the low agricultural productivity. നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞില്ലേ? ഇത്രയും റീസൺസ് പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത് വേരിയസ് ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റംസ് ആയിരുന്നു. അതാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിന്റെ പ്രൊഡക്ടിവിറ്റി എന്ത് ചെയ്തത്? കുറച്ചത്. അതായത് ഇൻ 1973 1973 the colonial government introduced സെമീന്ദാരി സിസ്റ്റം ഇൻ ബംഗാൾ പ്രസിഡൻസി. അപ്പം 1973 കൊളോണിയൽ ഗവൺമെന്റ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്? ബംഗാൾ പ്രസിഡൻസിയിൽ സെമീന്ദാരി സിസ്റ്റം കൊണ്ടുവരുന്നത്. ഇൻ ദിസ് സിസ്റ്റം ദ ടാക്സ് ഈസ് കളക്റ്റഡ് ബൈ ദ സെമീന്ദാസ് ഓർ ലാൻഡ് ലോഡ്സ്. അപ്പൊ നമുക്കറിയാലോ, ഇത്തരം ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റംസ് എല്ലാം തന്നെ എന്തിനാ കൊണ്ടുവന്നത്? ബ്രിട്ടീഷ് ഗവൺമെന്റ് ഈ നമ്മുടെ ഇവിടുത്തെ കർഷകരിൽ നിന്ന് മാക്സിമം ടാക്സ് കളക്ട് ചെയ്തെടുക്കും, അല്ലെങ്കിൽ റെന്റായിട്ട് കളക്ട് ചെയ്തെടുക്കും. അതിനൊരു ഇന്റർമീഡിയറിയെ വേണം. ബ്രിട്ടീഷ് ഗവൺമെന്റ് നേരിട്ടല്ല കർഷകരിൽ നിന്ന് കളക്ട് ചെയ്തിരുന്നത്, അതിനൊരു ഇന്റർമീഡിയറിയെ വെച്ചിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇത്തരം ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റംസ് എല്ലാം തന്നെ കൊണ്ടുവന്നത്. അതിൽ ആദ്യം സെമീന്ദാരി സിസ്റ്റം 1973 ബംഗാൾ പ്രസിഡൻസിയിൽ
ബ്രിട്ടീഷ് ഗവൺമെന്റ് ഈ സെമീന്ദാർ സിസ്റ്റം കൊണ്ടുവരുന്നത്. ഇൻ ദിസ് സിസ്റ്റം ദ ടാക്സ് ഈസ് കളക്ടഡ് ബൈ ദ സെമീന്ദാസ്. സെമീന്ദാസിനെ നമ്മൾ ലാൻഡ് ലോഡ്സ് എന്നാണ് പറയുക, സെമീന്ദാസ് അല്ലെങ്കിൽ ലാൻഡ് ലോഡ്സ്. അപ്പൊ ഈ സിസ്റ്റം അനുസരിച്ച് ഈ പറയുന്ന പാവപ്പെട്ട ഈ ഫാമേഴ്സിൽ നിന്ന് റെന്റ് അല്ലെങ്കിൽ ടാക്സ് എന്ന് പറയാം, ഇത് ആര് കളക്ട് ചെയ്യും? സെമീന്ദാസ് കളക്ട് ചെയ്യും. കളക്ട് ചെയ്തതിനു ശേഷം ഈ കളക്ഷൻ ആരിലേക്ക് കൊടുക്കും? ബ്രിട്ടീഷ് ഗവൺമെന്റിലേക്ക് എത്തും. ആൻഡ് ദ മെയിൻ ഇൻട്രസ്റ്റ് ഓഫ് the Semindars was only to collect the rent tax, even if the production is good or bad. പ്രൊഡക്ഷൻ ഗുഡ് ആയിക്കോട്ടെ ബാഡ് ആയിക്കോട്ടെ. നമുക്കറിയാം കാർഷിക മേഖലയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ആ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ക്ലൈമറ്റ് ബെറ്റർ ആയിരിക്കണം അല്ലേ? അപ്പൊ നമ്മൾ ഈ ക്ലൈമറ്റ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അഗ്രികൾച്ചറൽ സെക്ടറിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ എന്ത് ചെയ്യും? കുറയും. അപ്പം പ്രൊഡക്ഷൻ കുറഞ്ഞാലും കൂടിയാലും എല്ലാം തന്നെ ഈ സെമീന്ദാസ് ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു റെന്റ് ഉണ്ട്. കാര്യം ഈ കർഷകരെ എടുക്കുമ്പോൾ അവർക്ക് സ്വന്തമായി ഭൂമിയില്ല, ഈ ലാൻഡ് ലോഡ്സിന്റെ കൺട്രോളാണ് ഭൂമിയല്ല. അപ്പൊ ഇത്തരം കൃഷി ചെയ്യുന്ന സമയത്ത് കൃഷി ബെറ്റർ ആണെങ്കിലും പോരാണെങ്കിലും അവര് ഫിക്സ് ചെയ്യുന്ന റെന്റ് എത്രയാണോ, ടാക്സ് എത്രയാണോ അത് കൊടുത്തേ മതിയാകും. അത് സെമീന്ദാസ് കളക്ട് ചെയ്യും. കളക്ട് ചെയ്തതിന് ശേഷം അത് ബ്രിട്ടീഷ് ഗവൺമെന്റിലേക്ക് എത്തിക്കും. ഇതിന്റെ ഒരു പ്രോബ്ലം എന്താണെന്നറിയോ? ഈ കർഷകരുടെ ഒരു സിറ്റുവേഷൻ കൂടുതൽ പത്തറ്റിക് ആവാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് കാർഷിക മേഖല ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ക്ലൈമറ്റിക് കണ്ടീഷൻസിനെയാണ്. ക്ലൈമറ്റ് ഫേവറബിൾ അല്ല എന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ കുറയും. പ്രൊഡക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന റിട്ടേൺ കുറയും. അപ്പൊ റിട്ടേൺ കുറഞ്ഞാലും കൂടിയാലും എല്ലാം തന്നെ എന്ത് ചെയ്യണം? ഗവൺമെന്റ് ഫിക്സ് ചെയ്യുന്ന അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഫിക്സ് ചെയ്തിട്ടുള്ള റെന്റ് അല്ലെങ്കിൽ ടാക്സ് സെമീന്ദാസ് വഴി അവർ കളക്ട് ചെയ്തിരിക്കും. അപ്പം ഈ കിട്ടുന്ന ടോട്ടൽ ഇൻകത്തിന്റെ സിംഹഭാഗവും പോകുന്നത് ആർക്കാണ്? ഈ പറയുന്ന സെമീന്ദാസിന്, ഇന്റർമീഡിയറീസിന് ടാക്സ് ആയിട്ട് പോകും. പിന്നെ കിട്ടുന്ന തുച്ഛമായ ആ ഇൻകത്തിൽ നിന്ന് ഒരു നല്ലൊരു ശതമാനം ഈ കർഷകർ എന്തിനു വേണ്ടിയിട്ട് മാറ്റണം? അടുത്ത വർഷം കൃഷി ഇറക്കാനായിട്ട് കുറച്ച് എമൗണ്ട് മാറ്റണം. അതിനുശേഷമുള്ള ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് അവരുടെ ആ പ്രസന്റ് ടൈമിലുള്ള ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് ഉപയോഗിക്കാൻ കഴിയും. അപ്പൊ മൊത്തത്തിൽ വരുമ്പോഴത്തേക്ക് കർഷകരുടെ അവസ്ഥ കൂടുതൽ എന്ത് ചെയ്യാൻ തുടങ്ങി? പരിതാപകരമാവാനായിട്ട് തുടങ്ങി. ഇതാണ് നമ്മുടെ രാജ്യത്തെ നാഷണൽ ഇൻകവും പെർ ക്യാപിറ്റ ഇൻകവും ഒക്കെ ഒരുപാട് ഡിക്രീസ് ചെയ്യാനുണ്ടായ മെയിൻ റീസൺ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം ഒരുപാട് നമ്മൾ പറഞ്ഞു അഗ്രികൾച്ചർ സെക്ടറിന്റെ സിറ്റുവേഷൻ വളരെ വേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ പറഞ്ഞു. അഗ്രികൾച്ചർ സെക്ടറിന്റെ പ്രൊഡക്ടിവിറ്റി വളരെ ലോ ആണെന്ന് പറഞ്ഞു. അതിന്റെ മെയിൻ റീസൺസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ്? വേരിയസ് സിസ്റ്റംസ് ഓഫ് ലാൻഡ് സെറ്റിൽമെന്റ്സ്, lack of technology, lack of fertilizers and gainful seeds, lack of irrigation facilities, commercialization of agriculture. ഇത്രയാണ് മെയിൻ റീസൺ. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് വേരിയസ് സിസ്റ്റംസ് ഓഫ് ലാൻഡ് സെറ്റിൽമെന്റ്സ് ആണ്. അതിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ എന്താണ്? സെമീന്ദാരി സിസ്റ്റം ആണ്. ഇത് കൂടാതെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അതർ ലാൻഡ് സെറ്റിൽമെന്റ്സ് during that period were the Raitwari systems and Mahalwari systems. However, agricultural production during that period was very low. അപ്പൊ ഇത്തരം മഹൽവാരി സിസ്റ്റം ആണെങ്കിലും റൈറ്റ്വാരി സിസ്റ്റം എല്ലാം തന്നെ കൊണ്ടുവരുമ്പോഴും ഈ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മാക്സിമം ഈ അഗ്രികൾച്ചർ സെക്ടറിൽ നിന്ന് മാക്സിമം റെന്റായിട്ട് കളക്ട് ചെയ്ത് അവരുടെ ഇൻകം കൂട്ടുക എന്നുള്ളതായിരുന്നു. ഇതിന്റെ എല്ലാ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഫാമേഴ്സ് കൂടുതൽ എന്താവാൻ തുടങ്ങി? പുവർ ആയിട്ട് മാറാനായിട്ട് തുടങ്ങി. ഇത്രയാണ് അഗ്രികൾച്ചർ സെക്ടറിന്റെ മേജർ പ്രോബ്ലംസ് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ സെക്ടർ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് വ്യാവസായിക മേഖലയാണ്. ഇന്ത്യയുടെ വ്യാവസായിക മേഖല എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. ഇന്ത്യ didn't have any better industrial base under the colonial rule. നമുക്കറിയാം ബേസിക്കലി ഇന്ത്യ എന്ന് പറയുന്നത് അഗ്രേറിയൻ ഇക്കോണമിയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇൻഡസ്ട്രീസ് ഒന്നും തന്നെ ഇവിടെ ഇല്ല, നമ്മുടെ ഇന്ത്യൻ ഇക്കോണമിയിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഫാക്ട്. പക്ഷേ
ആ ഒരു കൊളോണിയൽ പീരീഡിലും ഇന്ത്യക്ക് കൂടുതൽ ഇൻഡസ്ട്രിയൽ ബേസ് ഒന്നും തന്നെ എന്ത് ചെയ്തില്ല, ക്രിയേറ്റ് ചെയ്തില്ല. അണ്ടർ ദിസ് റൂൾ ഇന്ത്യസ് ഫേമസ് ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് വെയർ ഓൾസോ ഡിക്ലൈൻഡ് ഓർ കൊളാപ്സ്ഡ് ആൻഡ് നോ ന്യൂ ബിഗ് ഇൻഡസ്ട്രിയൽ പ്രോജക്ട്സ് വെയർ ഗ്രൂ അപ്പ്. നിലവിലുണ്ടായിരുന്ന ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് പൂർണ്ണമായി ഇല്ലാതാവുകയും ചെയ്തു. പുതിയതായിട്ടുള്ള ബിഗ് ഇൻഡസ്ട്രീസ് ഒന്നും തന്നെ എന്ത് ചെയ്തതുമില്ല, ബ്രിട്ടീഷുകാരുടെ ടൈം പീരീഡിൽ കൂടുതൽ ഡെവലപ്പ് ചെയ്തതുമില്ല. ബട്ട് ദേ ഓൾസോ ഇംപ്ലിമെന്റഡ് ആൻ ഇൻഡസ്ട്രിയൽ പോളിസി വിത്ത് ടു മോട്ടീവ്. അപ്പം അത്തരം വലിയ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഒന്നും തന്നെ, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ബേസ് ഒന്നും തന്നെ ഈ ബ്രിട്ടീഷുകാരുടെ ടൈം പീരീഡിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ കൂടി അവർ ഇൻഡസ്ട്രിയൽ പോളിസി കൊണ്ടുവന്നിരുന്നു. അതായത് ബ്രിട്ടീഷുകാരുടെ ടൈം പീരീഡിൽ അവരെന്ത് ചെയ്തു, വ്യാവസായിക നയം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇൻഡസ്ട്രിയൽ പോളിസി ഇന്ത്യയിൽ കൊണ്ടുവന്നു. അതിന് പ്രധാനമായിട്ടും രണ്ട് ലക്ഷ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്, രണ്ട് മോട്ടീവ്സ് ഉണ്ടായിരുന്നു അതിന്, ആ ഒരു ഇൻഡസ്ട്രിയൽ പോളിസിക്ക്. ഒന്ന്, ടു ഡിക്രീസ് ഇന്ത്യ ടു ആൻ എക്സ്പോർട്ടർ ഓഫ് റോ മെറ്റീരിയൽസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ്. ഇന്ത്യയെ എന്ത് ചെയ്യണം, ഫൈനൽ പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമായിട്ടല്ല, മറിച്ച് റോ മെറ്റീരിയൽസ് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കൺട്രി ആയിട്ട് ഇന്ത്യയെ മാറ്റണം. ആ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുന്നേ നമ്മൾ ചെറിയ രീതിയിലുള്ള ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ്, ഇപ്പോൾ കോട്ടൺ ആണെങ്കിലും സിൽക്ക് ആണെങ്കിലും പ്രഷ്യസ് സ്റ്റോൺസ് ഒക്കെ നമ്മൾ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന രാജ്യത്തെ ഒരു റോ മെറ്റീരിയൽസ് എക്സ്പോർട്ട് ചെയ്ത ഒരു രാജ്യമാക്കി മാറ്റണം. രണ്ട്, ടു ചേഞ്ച് ഇന്ത്യ ഇൻടു എ മാർക്കറ്റ് ഫോർ ദ ഫിനിഷ്ഡ് ഗുഡ്സ്. അതേപോലെ തന്നെയാണ് ഈ റോ മെറ്റീരിയൽസ് ഇവിടുന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോയി ബ്രിട്ടനിൽ കൊണ്ടുചെന്ന് അവിടെ പ്രൊഡക്ഷൻ നടത്തി ഫൈനൽ പ്രോഡക്റ്റ്, ആ പ്രോഡക്റ്റ് തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഇന്ത്യക്കാരെ കൊണ്ട് തന്നെ വാങ്ങിപ്പിക്കണം. അതായത് ബ്രിട്ടനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ പ്രോഡക്റ്റ് വിറ്റഴിക്കാനായിട്ടുള്ള ഒരു മാർക്കറ്റ് കൂടി ആക്കി ഇന്ത്യയെ മാറ്റണം. ഈ രണ്ട് ലക്ഷ്യങ്ങളാണ് ആർക്കുണ്ടായിരുന്നത്, ഈ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഈ ഇൻഡസ്ട്രിയൽ പോളിസിക്ക് ഉണ്ടായിരുന്നത്. ഇതിന്റെ ഫലം എന്താണെന്ന് നോക്കാം. റിസൾട്ട് ഓഫ് ഇൻഡസ്ട്രിയൽ പോളിസി. അപ്പൊ ഈ രണ്ട് ലക്ഷ്യങ്ങളോട് കൂടി അവരെന്ത് ചെയ്തു, ഇന്ത്യയിൽ ഇൻഡസ്ട്രിയൽ പോളിസി കൊണ്ടുവന്നു. ഈ ഇൻഡസ്ട്രിയൽ പോളിസിയുടെ റിസൾട്ട്സ്, ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കേ. ഇന്ത്യസ് ഫേമസ് ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് വെയർ കൊളാപ്സ്ഡ്. ആ സമയത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് എല്ലാം എന്ത് ചെയ്തു, കൊളാപ്സ് ആയി. റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് വെയർ ഇൻക്രീസ്ഡ്. ആ സമയത്ത് ഇന്ത്യയുടെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. തൊഴിലില്ലായ്മ കൂടാൻ തുടങ്ങി. കാര്യം എന്താണ്, ഇവിടെ ഉൽപാദനമൊന്നും നടക്കുന്നില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്തു, മാക്സിമം അൺഎംപ്ലോയ്മെന്റ് കൂടാൻ തുടങ്ങി. നോ ന്യൂ ബിഗ് ഇൻഡസ്ട്രീസ് വെയർ ഗ്രൂ അപ്പ്. പുതിയ ഇൻഡസ്ട്രീസ് ഒന്നും തന്നെ ഡെവലപ്പ് ചെയ്തില്ല. The demand for British products were increased due to the decline of Indian industries. എന്ത് സംഭവിച്ചാൽ ഇന്ത്യൻ ഇൻഡസ്ട്രീസ് എല്ലാം കൊളാപ്സ് ആയി. ബ്രിട്ടീഷുകാരുടെ കൺട്രോളിലായി നമ്മുടെ ഇന്ത്യൻ ഇക്കോണമി. അപ്പോൾ പിന്നെ എന്താണ് ഒരു വഴി? കമോഡിറ്റീസ് വാങ്ങിക്കാൻ നമുക്ക് ആരെ ഡിപ്പെൻഡ് ചെയ്തേ പറ്റൂ? ബ്രിട്ടീഷുകാരെ ഡിപ്പെൻഡ് ചെയ്തേ പറ്റൂ. അപ്പൊ ബ്രിട്ടീഷുകാര് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് വരുന്ന പ്രോഡക്റ്റുകൾക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഡിമാൻഡ് കൂടി. കാര്യം ഇന്ത്യൻ ഇൻഡസ്ട്രീസ് എന്ത് ചെയ്തു, പൂർണ്ണമായിട്ടും ഡിക്രീസ് ചെയ്തു. ഇങ്ങനെയുള്ള ഒരുപാട് റിസൾട്ട്സ് ആണ് ആ ടൈമിൽ ഇൻഡസ്ട്രിയൽ പോളിസി വഴി ഉണ്ടായത്. അപ്പം ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഇൻഡസ്ട്രിയൽ പോളിസിയുടെ റിസൾട്ട്സ് എന്തൊക്കെയായിരുന്നു? ഇന്ത്യസ് ഫേമസ് ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് വെയർ കൊളാപ്സ്ഡ്, then rate of unemployment were increased, no new big industries were grew up, and the demand for British products were increased due to the decline of Indian industries. ഇത്രയായിരുന്നു ആ ഇൻഡസ്ട്രിയൽ പോളിസിയുടെ മെയിൻ റീസൺ എന്ന് പറയുന്നത്. And just before 20th century, modern industries came into India at slowly. പക്ഷെ നമ്മൾ ഈ ഒരു 20th സെഞ്ചുറിയുടെ ഒരു ടൈമോട് കൂടി, ഒരു 20th സെഞ്ചുറി എടുക്കുമ്പോൾ അതിൻ്റെ മുന്നും തന്നെ മോഡേൺ ഇൻഡസ്ട്രീസ് പതുക്കെ പതുക്കെ ഇന്ത്യയിലേക്ക് വരാൻ തുടങ്ങി.
At first, the development was only in cotton and jute textile producing sector. അപ്പം നമ്മൾ ഏകദേശം 20th സെഞ്ചുറിയുടെ ആ ഒരു തുടക്കത്തോടു കൂടി ചെറിയ ചെറിയ രീതിയിൽ എന്ത് ചെയ്യാൻ തുടങ്ങി, ഇൻഡസ്ട്രീസ് ഇന്ത്യയിലേക്ക് വരാനായിട്ട് തുടങ്ങി. ആദ്യമായിട്ട് ഇത്തരം ഇൻഡസ്ട്രിയൽ ഒരു ഇതിലേക്ക് എത്തി തുടങ്ങിയത് കോട്ടൺ ജൂട്ട് ടെക്സ്റ്റൈൽ പ്രൊഡ്യൂസിങ് സെക്ടറിലേക്കാണ് പതിയെ പതിയെ ഇൻഡസ്ട്രീസ് ഓരോന്നായിട്ട് വരാനായിട്ട് തുടങ്ങുന്നത്. ആൻഡ് ദ മഹാരാഷ്ട്ര ആൻഡ് ഗുജറാത്ത് വെയർ ഫേമസ് ഫോർ കോട്ടൺ ടെക്സ്റ്റൈൽ മിൽസ്. അപ്പൊ ആ സമയത്ത് ഈ കോട്ടൺ ടെക്സ്റ്റൈൽ ഉണ്ടല്ലോ, ഈ പരുത്തി തുണിയുടെ ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അത് ഏറ്റവും കൂടുതൽ അത്തരം മിൽസുകൾ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന മഹാരാഷ്ട്രയിലും ഗുജറാത്തിലുമായിരുന്നു. ബട്ട് ബംഗാൾ വാസ് ഫേമസ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ജൂട്ട് മിൽസ്. ജൂട്ട് എന്ന് വെച്ചാൽ എന്താണ്? ചണമാണ്. അപ്പം ഈ ബംഗാൾ ആയിരുന്നു ആ സമയത്ത് ഇത്തരം ജൂട്ട് മിൽസിന്റെ ഉൽപാദനം ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ബംഗാളിലായിരുന്നു. ആൻഡ് ഇൻ 1907 1907 ദ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, ടിസ്കോ എന്ന് പറയാം, ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, ടിസ്കോ. In 1907, the Tata Iron and Steel Company by Jamshedji Tata in Bihar after Second World War. 1907 എന്ത് ചെയ്യുന്നത്, ഈ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, അതായത് ടിസ്കോ ബൈ ജാംഷെഡ്ജി ടാറ്റ ഇൻ ബീഹാറിലാണ്. അപ്പം പതുക്കെ ഇന്ത്യയിലേക്ക് എന്ത് ചെറിയ ചെറിയ ഇൻഡസ്ട്രീസ് എല്ലാം വന്നു തുടങ്ങുന്നു. നമ്മൾ ആദ്യം പറഞ്ഞത് കോട്ടൺ ജൂട്ട് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ വന്നത്. അപ്പം മഹാരാഷ്ട്രയിലും ഗുജറാത്തുമാണ് ഏറ്റവും കൂടുതൽ ഈ കോട്ടൺ ടെക്സ്റ്റൈൽസിന് ഫേമസ് ആയിട്ടുള്ളത്. പിന്നീട് ജൂട്ട് മിൽസ് ഒക്കെ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത് ബംഗാളിലാണ്. പിന്നീട് ഈ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ടിസ്കോ എസ്റ്റാബ്ലിഷ് ചെയ്തത് ബീഹാറിലാണ്, 1907 ബൈ ജാംഷെഡ്ജി ടാറ്റ. And after the Second World War, sugar, cement and paper industries came into India. അപ്പൊ ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇന്ത്യയിലേക്ക് ഈ ഷുഗർ ഇൻഡസ്ട്രീസ്, പഞ്ചസാര, സെമെന്റ് ആൻഡ് പേപ്പർ ഇൻഡസ്ട്രീസ് പതുക്കെ ഇന്ത്യയിലേക്ക് എന്ത് തുടങ്ങി, വരാനായിട്ട് തുടങ്ങി. ബട്ട് ദർ വാസ് നോ ഗുഡ് ഗ്രോത്ത് ഫോർ ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രീസ്. പക്ഷേ ഇത്തരം ഈ പറയുന്ന രീതിയിലുള്ള ജൂട്ട്, കോട്ടൺ, then iron and steel, sugar, cement, paper ഇൻഡസ്ട്രീസ് ഒക്കെ പതുക്കെ വന്നു തുടങ്ങിയെങ്കിലും ആ സമയത്തും ഈ ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രീസിന് വലിയൊരു ഗ്രോത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. എന്താണ് ഈ ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രീസ്? നമ്മൾ കൺസ്യൂമേഴ്സ് കൺസ്യൂം ചെയ്യുന്ന പ്രോഡക്റ്റ്, അതിനെ നമ്മൾ കൺസ്യൂമർ ഗുഡ് എന്നാണ് പറയുന്നത്. ഈ ക്യാപിറ്റൽ ഗുഡ് എന്താണെന്നറിയോ? പ്രൊഡ്യൂസേഴ്സ് ഡിമാൻഡ് ചെയ്യുന്ന പ്രോഡക്റ്റ്. പ്രൊഡ്യൂസേഴ്സ് ഡിമാൻഡ് ചെയ്യുന്ന പ്രോഡക്റ്റിനെയാണ് എന്ത്, ക്യാപിറ്റൽ ഗുഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിന് പ്രൊഡ്യൂസേഴ്സ് ഗുഡ് എന്നും പറയും. ഇത്രയേ ഉള്ളൂ. മറ്റൊരു ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഗുഡിനെയാണ് ക്യാപിറ്റൽ ഗുഡ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇൻഡസ്ട്രീസ് വിച്ച് ക്യാൻ പ്രൊഡ്യൂസ് machine tools which are used for the production of consumer goods. അതായത് നമ്മൾ ഈ യൂസ് ചെയ്യുന്ന ടൂൾസ്, എക്യുപ്മെന്റ്സ് ഒക്കെ ഇല്ലയോ, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസിനെയാണ് ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. പറഞ്ഞു മനസ്സിലായോ? നമ്മൾ ഇവിടുത്തെ ഇപ്പൊ ഏതെങ്കിലും പർട്ടിക്കുലർ ഇൻഡസ്ട്രീസിന് എടുക്കുക. ഈ ഇൻഡസ്ട്രീസ് ഒക്കെ വർക്ക് ചെയ്യുന്നത് ഓരോ മെഷീനറീസും ടൂൾസും എക്യുപ്മെന്റ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടല്ലേ. ഇത്തരം ടൂൾസും എക്യുപ്മെന്റ്സും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ഇല്ലേ, ആ ഇൻഡസ്ട്രീസിനെയാണ് ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു എന്താ പറയുക, സിമെന്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻഡസ്ട്രീസിനെ നമ്മൾ എന്താ പറയുക, സിമെന്റ്. അല്ലെങ്കിൽ അതുപോലെ ഷുഗർ ഉൽപ്പാദിപ്പിക്കുന്ന പഞ്ചസാര ഒക്കെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് കൺസ്യൂമർ ഗുഡ് ഇൻഡസ്ട്രീസ് ആണ് അതെല്ലാം. കാര്യം ആ ഷുഗർ കൺസ്യൂം ചെയ്യുന്നത് ആരാണ്? കൺസ്യൂമേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ കൺസ്യൂമർ ഗുഡ് ഇൻഡസ്ട്രീസ് എന്നാണ് നമ്മൾ പറയുക. നമ്മൾ അഗ്രികൾച്ചർ സെക്ടറിൽ ട്രാക്ടർ യൂസ് ചെയ്യാറുണ്ടല്ലേ. ട്രാക്ടർ എന്തിനാ? ഈ ട്രാക്ടർ, പമ്പ് സെറ്റ്. ഈ ട്രാക്ടറും പമ്പ് സെറ്റും ഒക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ അഗ്രികൾച്ചർ സെക്ടറിൽ യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസ് ആണ്, എക്യുപ്മെന്റ്സ് ആണ്, അല്ലെങ്കിൽ ടൂൾസ് ആണെന്ന് പറയാൻ പറ്റും. ഈ ട്രാക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി ഉണ്ട്.
നമ്മൾ അഗ്രികൾച്ചർ സെക്ടറിൽ ഈ ട്രാക്ടറും പമ്പ് സെറ്റും ഒക്കെ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ഈ ട്രാക്ടറും പമ്പ് സെറ്റും ഒക്കെ എവിടെയെങ്കിലുമൊക്കെ ഉൽപ്പാദിപ്പിക്കേണ്ട ഏതെങ്കിലും ഇൻഡസ്ട്രീസ്. അപ്പൊ ഇത്തരം മെഷീനറീസ്, ടൂൾസ് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻഡസ്ട്രീസിനെയാണ് എന്തെന്ന് പറയുക, ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. ഇത്തരം ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രീസ് നമ്മുടെ ഇക്കോണമിയിൽ കൂടുതൽ കൂടുതൽ വളർന്നു വന്നാൽ മാത്രമേ ഇത്തരം മെഷീനറീസിന്റെയും ടൂൾസിന്റെയും എക്യുപ്മെന്റ്സിന്റെയും പ്രൊഡക്ഷൻ നമ്മുടെ രാജ്യത്ത് കൂടും. അങ്ങനെ കൂടിയാൽ മാത്രമേ കൂടുതൽ കൂടുതൽ വ്യവസായങ്ങൾ നമ്മുടെ രാജ്യത്ത് കൂടാനായിട്ട് പറ്റൂ. പക്ഷെ ആ സമയത്ത് ഇന്ത്യയിൽ എന്തുണ്ടായിരുന്നില്ല, ഇത്തരം ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രീസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അത് നമ്മളുടെ അഗ്രികൾച്ചർ സെക്ടറിനെ എന്ത് ചെയ്തു, അഗ്രികൾച്ചർ ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ബാധിച്ചിട്ടുണ്ട്. ഹെൻസ് GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. GDP എന്ന് വെച്ചാൽ എന്താണ്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, ടോട്ടൽ വാല്യൂ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ കൺട്രി ഡ്യൂറിങ് എ ഇയർ. ഒരു വർഷം നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തര പ്രദേശത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ടോട്ടൽ മണി വാല്യൂവിനെയാണ് നമ്മൾ GDP എന്ന് പറയുന്നത്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. GDP ഒക്കെ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മൈക്രോ എക്കണോമിക്സിൽ പഠിക്കും. അപ്പം ആ ടൈമിൽ ഹെൻസ് GDP വാസ് വെരി ലോ. കാര്യം നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദനം നടക്കുന്നില്ല. നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദനം നടന്നാലല്ലേ കൂടുതൽ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യാനും അതിന്റെ മണി വാല്യൂ കൂടി നമ്മുടെ നാഷണൽ ഇൻകം പെർ ക്യാപിറ്റ ഇൻകം ഒക്കെ ഇൻക്രീസ് ചെയ്യും. ഇവിടെ ഉൽപ്പാദനം നടക്കുന്നില്ല വലിയ രീതിയിൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ GDP എന്തായിരുന്നു, വളരെ കുറവായിരുന്നു. റെയിൽവേസ്, പവർ ജനറേഷൻ, കമ്മ്യൂണിക്കേഷൻ ആൻഡ് അതർ പാർട്സ് വെയർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് പബ്ലിക് സെക്ടർ. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ആ സമയത്ത് റെയിൽവേ ആണെങ്കിലും പവർ ജനറേഷൻ ആണെങ്കിലും കമ്മ്യൂണിക്കേഷൻ പാർട്സ് അല്ല, കമ്മ്യൂണിക്കേഷൻ, അതേപോലെ തന്നെ പോർട്ട്സ് ഇതെല്ലാം തന്നെ ആരുടെ കൺട്രോളായിരുന്നു, പബ്ലിക് സെക്ടറിന്റെ കൺട്രോളായിരുന്നു. അപ്പം ഇതെല്ലാം പബ്ലിക് സെക്ടർ എന്ന് പറയുമ്പോൾ ഇതെല്ലാം ബ്രിട്ടീഷുകാരുടെ കൺട്രോളായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഇതൊന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല, ഇൻവെസ്റ്റ്മെന്റ് നടക്കുകയോ ഡെവലപ്പ് ചെയ്യുകയോ ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തിന് ഹെൽപ്പ് ചെയ്യുകയോ ചെയ്യുന്നില്ല. ഈ രീതിയിൽ നമ്മുടെ ഇൻഡസ്ട്രിയൽ ഗ്രോത്തും എന്ത് ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ വ്യവസായങ്ങളുടെ വളർച്ചയും എന്ത് ചെയ്യാൻ തുടങ്ങി, ഡിക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പൊ ആദ്യം പറഞ്ഞത് എന്താണ്, ഇന്ത്യൻ ഇക്കോണമി ഓൺ ദി ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് ആണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. അപ്പൊ അതിൽ നമ്മൾ ആദ്യം ബ്രിട്ടീഷുകാർ വരുന്നതിന് മുന്നേ അല്ലെങ്കിൽ കൊളോണിയൽ റൂളിന് മുന്നേ ഉള്ള ഇന്ത്യൻ ഇക്കോണമി എങ്ങനെയായിരുന്നു എന്ന് പഠിച്ചു. ദെൻ ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം ഇന്ത്യൻ ഇക്കോണമിക്ക് ഉണ്ടായ മാറ്റം നമ്മൾ പഠിച്ചു. ദാറ്റ് മീൻസ് ലോ ഡെവലപ്മെന്റ് ആയിരുന്നു. പിന്നീട് നമ്മുടെ അഗ്രികൾച്ചർ സെക്ടർ എങ്ങനെയാണ് എന്ന് നമ്മൾ പഠിച്ചു. അഗ്രികൾച്ചർ സെക്ടറിന്റെ പ്രൊഡക്ടിവിറ്റി കുറയാനുള്ള റീസൺസ് നമ്മൾ പഠിച്ചു. പിന്നീട് നമ്മൾ ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ എങ്ങനെയായിരുന്നു സിറ്റുവേഷൻ എന്ന് പഠിച്ചു. ഇൻഡസ്ട്രിയൽ പോളിസി അവർ കൊണ്ടുവന്നു, അതിന് 2 മോട്ടീവ്സ് ഉണ്ടായിരുന്നു എന്ന് പഠിച്ചു. ദെൻ അതിനുശേഷം അവർ ഇൻഡസ്ട്രിയൽ പോളിസി അഡോപ്റ്റ് ചെയ്തു, അതിന്റെ റിസൾട്ട്സ് എന്താണെന്ന് പഠിച്ചു. ദെൻ പതുക്കെ ചെറിയ ചെറിയ രീതിയിൽ ഇൻഡസ്ട്രീസ് വരാൻ തുടങ്ങി. എങ്കിൽ പോലും കൂടുതൽ ഒരു പെർഫോമൻസ് നമ്മുടെ രാജ്യത്ത് ഉണ്ടായില്ല. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് ഇതിനകത്ത് ഫോറിൻ ട്രേഡും ഡെമോഗ്രഫിക് കണ്ടീഷനിൻ്റെ ആ സമയത്ത് നമ്മുടെ ഡെമോഗ്രഫിക് കണ്ടീഷൻസ് എങ്ങനെയായിരുന്നു, ദെൻ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയും കൂടിയാണെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. ഓക്കെ.